ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണം നൽകിയ സംഭവത്തിൽ ക്യുസാറ്റ് ബിടെക് അലുമിനി അസോസിയേഷനെതിരെ പോലീസിൽ പരാതി. കളമശ്ശേരി പോലീസിലാണ് പരാതി നൽകിയത്. ഭാരതീയ പ്രവാസി ഫെഡറേഷൻ കൺവീനർ ഷിഹാബ് കെ ആണ് പരാതി നൽകിയത്. ഭാരതത്തിനെതിരെ വിദ്വേഷ പ്രചാരണം നടത്തുന്ന പാക് ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണം ഒരുക്കിയവർക്കെതിരെ രാജ്യദ്രോഹത്തിന് കേസെടുക്കണം എന്നാണ് പരാതിയിലെ ആവശ്യം. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ഏറെ വിവാദങ്ങൾക്കിടയാക്കിയ ഒരു സംഭവമായിരുന്നു ഇത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇതിനെതിരെ ഒരു പരാതി വന്നിരിക്കുകയാണ്. ഈ ക്യുസാറ്റ് അലുമിനി അസോസിയേഷനെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഭാരതീയ പ്രവാസി ഫെഡറേഷൻ കൺവീനറായ ഷിഹാബ് കെ ആണ്. പരാതിയിലെ ഉള്ളടക്കം എങ്ങനെയാണ്? രോഹിണി, ഈ പരാതിയിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. രാജ്യത്തിനെതിരായി, ഭാരതത്തിനെതിരായി നിരന്തരം പ്രചരണം നടത്തുന്നതിന് വേണ്ടി പാകിസ്ഥാൻ നിയമിച്ച ഒരാളാണ്. ഔദ്യോഗികമായി തന്നെ പാകിസ്ഥാൻ്റെ പ്രചാരകനായി മാറ്റിയിട്ടുള്ള ഒരാളാണ് ഷഹീദ് അഫ്രീദി. അത്തരത്തിലുള്ള ഒരാൾ പല രാജ്യങ്ങളിലും സന്ദർശിച്ചുകൊണ്ട് ഭാരതത്തിനെതിരെ വെല്ലുവിളികൾ നടത്തുന്നു, വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നു. പാകിസ്ഥാനിൽ തന്നെ വലിയ റാലികൾക്കെല്ലാം നേതൃത്വം നൽകിക്കൊണ്ട് ഭാരതത്തിനെതിരായ നീക്കങ്ങൾ നടത്തുന്നു. അത്തരത്തിലുള്ള ഒരാളെ കേരളത്തിൽ നിന്നുള്ള ഒരു സംഘടന ദുബായിൽ നടന്ന ചടങ്ങിൽ വെച്ച് ക്ഷണിച്ചു കൊണ്ടുവന്നു എന്നത് പറയുമ്പോൾ അത് ഭാരതത്തിനെതിരായ നീക്കമായി തന്നെ കാണണം. അതുകൊണ്ട് തന്നെ രാജ്യത്തിനെതിരായ രാജ്യദ്രോഹ കുറ്റമായി കണ്ടുകൊണ്ട് ഇതിൻ്റെ സംഘാടകർക്കെതിരെ ബിടെക് അലുമിനി അസോസിയേഷനെതിരെ, കുസാറ്റിലെ ബിടെക് അലുമിനി അസോസിയേഷനിൽ നടപടിയെടുക്കണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായും ഷിഹാബ് ഈ ഒരു പരാതിയിൽ ഓർത്തിയിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ അന്വേഷണ ഏജൻസിക്ക് അടക്കം പരാതികൾ ഇപ്പോൾ നൽകിയിട്ടുമുണ്ട്. ഭാരതീയ പ്രവാസി ഫെഡറേഷന് വേണ്ടിയിട്ട് കെ ഷിഹാബ് ദേശീയ അന്വേഷണ ഏജൻസി, ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, ഒപ്പം വിദേശ മന്ത്രാലയം എന്നിവയ്ക്കെല്ലാം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഇതേ വിഷയത്തിൽ നേരത്തെ ABVP നിരവധി പരാതികൾ നൽകിയിരുന്നു. അവർ ചൂണ്ടിക്കാണിച്ചത് ഈ സംഘാടകരെ തിരിച്ച് കേരളത്തിലെത്തിക്കണം, മറ്റു നിയമ നടപടികൾക്ക്, നിയമാനുസൃതമുള്ള എല്ലാ നിയമ നടപടികൾക്കും ഇവരെ വിധേയരാക്കണം, ഒപ്പം തന്നെ ഇവരുടെ പാസ്പോർട്ട് കണ്ടുകെട്ടണം എന്നതടക്കമുള്ള ആവശ്യങ്ങളായിരുന്നു നേരത്തെ ABVP ഉയർത്തിയത്. അതേ ഘട്ടത്തിൽ തന്നെയാണ് കൂടുതൽ പരാതികൾ ഇപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്നത്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവം പുറത്തറിഞ്ഞപ്പോൾ തന്നെ വലിയ വിവാദമായിരുന്നു ഉയർന്നു വന്നിരുന്നത്. കാരണം കൃത്യമായി തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രാജ്യം അതുമായി ബന്ധപ്പെട്ട് പ്രചാരണങ്ങൾ നടത്തുന്നു, പ്രതിനിധികളെ മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുകയും എല്ലാം ചെയ്ത സമയത്ത് പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ബോധിപ്പിക്കുന്നതിന് വേണ്ടിയും ഭീകരതയുടെ മുഖം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയും രാജ്യം ശ്രമിക്കുകയും എല്ലാം ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ ദുബായിലെ പാക് അസോസിയേഷൻ ഹാളിൽ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നതും ആ ചടങ്ങിലേക്ക് ഷാഹിദ് അഫ്രീദിയെ പോലെ ഒരാളെ ക്ഷണിച്ചു കൊണ്ടുവന്ന് പൂർണ്ണ സ്വീകരണം നൽകുകയും എല്ലാം ചെയ്യുന്നത്. അതും കേരളത്തിൽ നിന്നുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ അത് ചെയ്തു എന്ന് പറയുമ്പോൾ കൃത്യമായി തന്നെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ UAP അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കണമെന്നൊരു ആവശ്യമാണ് ഈ പരാതിയിൽ ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ നിയമവശങ്ങളെല്ലാം പരിശോധിച്ച് ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് പോലീസ് പരാതിക്കാരന് ഉറപ്പു നൽകിയിട്ടുള്ളത്. ശരി, ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്.